Internal internal check with regard to various transactions too. Internal check സിസ്റ്റത്തിൽ നമ്മൾ റെസീറ്റ്സ് ക്യാഷ് റെസീറ്റുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഇനി ക്യാഷ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് ക്യാഷ് പേയ്മെന്റ്സ്, ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് പെറ്റി ക്യാഷ്. ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ് ഹൗസിൽ ദർ ആർ നമ്പർ ഓഫ് ക്യാഷ് പേയ്മെന്റ്സ് ഇൻ ഡിഫറെന്റ് നാച്ചർ. പലതരത്തിലുള്ള ക്യാഷ് പേയ്മെന്റ് ഉണ്ടാവും. ബിസിനസ് ഹാസ് ഇറ്റ്സ് ഓൺ എക്സ്പെൻഡിച്ചർ ടുവാർഡ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, മാനുഫാക്ചറിങ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേറ്റീവ്, അഡ്വർടൈസ്മെന്റ്, ജനറൽ എക്സ്പെൻസ്. ഒരു ബിസിനസ് ഫേമിന് അതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം, മാനുഫാക്ചറിങ് ആയിരിക്കാം, സെല്ലിങ്ങിനുള്ള എക്സ്പെൻസ് ആയിരിക്കാം, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആയിരിക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയിരിക്കാം, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് ആയിരിക്കാം, മറ്റ് ജനറൽ എക്സ്പെൻസസ് ആയിരിക്കാം. അവിടെയൊക്കെ ചാൻസ് ഓഫ് ഫ്രോഡ് ആൻഡ് ഇറഗുലാരിറ്റീസ്, ഫ്രോഡിനും ഇറഗുലാരിറ്റീസിനും ചാൻസസ് അവിടെ ഉണ്ട് എന്നാണ്. അത്തരത്തിലുള്ള ഫ്രോഡ് ഇറഗുലാരിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ സാധാരണ ഇതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ഇറഗുലാരിറ്റീസ് മേ ബി കമ്മിറ്റഡ് ടുവാർഡ്സ് ക്യാഷ് പേയ്മെന്റ്? ക്യാഷ് പേയ്മെന്റായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന സാധ്യതയുള്ള ഇറഗുലാരിറ്റീസ് ഏതൊക്കെ തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് ആണ് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേയ്മെന്റ്സ് മേ ബി മെയ്ഡ് അഗൈൻസ്റ്റ് ഫിക്റ്റീഷ്യസ് വൗച്ചേഴ്സ്. ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള വൗച്ചേഴ്സ്, ആളുകൾ ഇല്ലാത്ത ആളുകളുടെ പേരിൽ വ്യാജ നാമത്തിൽ പേരുകളിലായിട്ട് എന്ത് ചെയ്യുക, പേയ്മെന്റ്സ് രേഖപ്പെടുത്തി വെക്കുന്ന രീതിക്കാണ് എന്ത് വിളിക്കുന്നത്, പേയ്മെന്റ്സ് അഗൈൻസ്റ്റ് ഫിക്റ്റീഷ്യസ് വൗച്ചേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആളുകളില്ലാത്ത ആളുകളുടെ പേരിൽ എന്ത് ചെയ്യുക, പേയ്മെന്റ് രേഖപ്പെടുത്തി വെക്കുന്ന രീതിക്കാണ് ഫിക്റ്റീഷ്യസ് വൗച്ചേഴ്സിൽ രേഖപ്പെടുത്തി വെക്കുന്ന രീതിക്കാണ് എന്ത് വിളിക്കുന്നത്, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള പേയ്മെന്റ്സ് നടത്തുന്നതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, പേയ്മെന്റ് മെയ്ഡ് അഗൈൻസ്റ്റ് ദി വൗച്ചേഴ്സ് മേ ബി ഇൻഫ്ലാറ്റഡ് ബൈ ആൾട്ടറിങ് ദി ഒറിജിനൽ ബിൽ. ഇൻഫ്ലാറ്റ് ചെയ്ത്, അധികരിപ്പിച്ച്, വർദ്ധിപ്പിച്ച് രേഖപ്പെടുത്തി വെക്കുക. ഒറിജിനൽ ബില്ലിൽ വർദ്ധിപ്പിച്ച് എമൗണ്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അൾട്ടർ ചെയ്യുക. പേയ്മെന്റ് മെയ്ഡ് അഗൈൻസ്റ്റ് ദി വൗച്ചേഴ്സ്, നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുള്ള പേയ്മെന്റിന്റെ മുകളിൽ വർധന വരുത്തിയിട്ടുള്ള ഒരു അൾട്ടർ, അതിൽ ഒറിജിനൽ ബില്ലിൽ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റം വരുത്തിയിട്ട് അൾട്ടർ വരുത്തിയിട്ട് ചെയ്യുന്ന രീതിയാണ് മറ്റൊരു ഇറഗുലാരിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു ഇറഗുലാരിറ്റിയാണ് പേയ്മെന്റ് മെയ്ഡ് വിത്തൗട്ട് റെസീറ്റ് ഫോർ ഗുഡ്സ് ഓഫ് ഫിക്റ്റീഷ്യസ് ഓർഡർ. ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഓർഡർ, വ്യാജമായിട്ടുള്ള ഓർഡറിന്റെ പേരിൽ ഗുഡ്സ് റിസീവ്ഡ് ആയിട്ട് കാണിക്കുക. ആ ഗുഡ്സ് റിസീവ്ഡിന് കാണിച്ചിട്ടുള്ള പേയ്മെന്റ് എന്നുള്ള രീതിയിൽ വ്യാജമായിട്ടുള്ളൊരു ഗുഡ്സ് പർച്ചേസും അതോടൊപ്പം തന്നെ ഉള്ളൊരു പേയ്മെന്റും കാണിക്കുന്ന രീതിക്കാണ് അങ്ങനെ കാണിക്കുന്ന പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള പേയ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേയ്മെന്റ്സ് മെയ്ഡ് വിത്തൗട്ട് റെസീറ്റ്സ് ഫോർ ഗുഡ്സ് ഓഫ് ഫിക്റ്റീഷ്യസ് ഓർഡർ. ഫിക്റ്റീഷ്യസ് ഓർഡറിന്റെ വിത്തൗട്ട് റെസീറ്റ് ഫോർ ഗുഡ്സ്, ഫിക്റ്റീഷ്യസ് ഓർഡർ, അതായത് ഗുഡ്സ് ഇല്ലാതെ, ഗുഡ്സ് സ്വീകരിക്കാതെ എന്ത് ചെയ്യുക, ഒരു ഓർഡർ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തി വെക്കുക. ഇൻ കേസ് ഓഫ് പേയ്മെന്റ് ഓഫ് വേജസ്, വേജസിന്റെ കാര്യത്തിലുള്ള പേയ്മെന്റിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, വരുത്താൻ പറ്റുന്ന ഡമ്മി വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഗോസ്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഡമ്മി വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇല്ലാത്ത വർക്കേഴ്സിന്റെ പേരിൽ വ്യാജ വൗച്ചറുകൾ എന്ത് ചെയ്യുക, എഴുതി ഒപ്പിട്ട് ശമ്പളം കൊടുത്തായിട്ട് കാണിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞത്, ഒന്ന് ഫിക്റ്റീഷ്യസ് വൗച്ചേഴ്സിൽ പേയ്മെന്റ് മേഡ് ചെയ്യുക, മറ്റൊന്ന് ഇൻഫ്ലാറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് കാണിക്കുക, മറ്റൊന്ന് ഫിക്റ്റീഷ്യസ് ഓർഡർ, മറ്റൊന്ന് ഡമ്മി വർക്കേഴ്സിന്റെ പേയ്മെന്റ് ഓഫ് വേജസ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ദർ മേ ഹാവ് എക്സസ് പേയ്മെന്റ്, എക്സസ് ആയിട്ടുള്ള പേയ്മെന്റ് എന്ത് ചെയ്യുക, നൽകുക. മേ ഹാവ് റോങ് പേയ്മെന്റ് നൽകുക. ദർ മേ ഹാവ് റോങ് പേയ്മെന്റ്,
റോങ് ആയിട്ടുള്ള പേയ്മെന്റ് നൽകുക. ഫിറ്റീഷ്യസ് റിബേറ്റ് ആൻഡ് അലവൻസസ് മേ ബി അലൗഡ്. ഫിറ്റീഷ്യസ് ആയിട്ടുള്ള റിബേറ്റും അലവൻസും നൽകിയതായിട്ട് കാണിക്കുക. യഥാർത്ഥത്തിൽ നൽകാത്ത ഒറിജിനൽ അല്ലാത്ത റിബേറ്റോ അല്ലെങ്കിൽ മറ്റ് അലവൻസോ ഡിസ്കൗണ്ടോ ഒക്കെ എന്ത് ചെയ്യുക, അലൗഡ് ആയിട്ട് കാണിക്കുക. ഇതൊക്കെ ഫിറ്റീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അത്തരത്തിൽ ഫിറ്റീഷ്യസ് ട്രാൻസാക്ഷൻസ് വഴി എന്ത് ചെയ്യുക, അത്ര ഇറഗുലാരിറ്റീസ് പേയ്മെന്റിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ട്രീറ്റ് ചെയ്യുന്നത് മേ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. റവന്യൂ എക്സ്പെൻഡിച്ചർ മേ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേ ബി ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇങ്ങനെയും എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ഇറഗുലാരിറ്റീസിനും സാധ്യതയുണ്ട്. അൺഓതറൈസ്ഡ് പേയ്മെന്റ് റിലേറ്റിംഗ് ടു പേഴ്സണൽ എക്സ്പെൻസസ്. പേഴ്സണൽ എക്സ്പെൻസസ് ആയിട്ട് ബന്ധപ്പെട്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ്, അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ബിസിനസ് എക്സ്പെൻസിനെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്തുകൊണ്ടുള്ള അൺഓതറൈസ്ഡ് പേയ്മെന്റ്, ഇതും എന്താണ്, ഇതും ഇറഗുലാരിറ്റീസ് ആണ്. അപ്പോൾ റെഗുലാരിറ്റീസ് നമ്മൾ പറഞ്ഞു. ഫിറ്റീഷ്യസ് വൗച്ചേഴ്സ്, പേയ്മെന്റ് മെയ്ഡ് അഗൈൻസ്റ്റ് വൗച്ചേഴ്സ്, ഇൻഫ്ലാറ്റഡ് ആയിട്ടുള്ളത്, പേയ്മെന്റ് മെയ്ഡ് വിത്തൗട്ട് റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓഫ് ഫിറ്റീഷ്യസ് ഓർഡർ. In case of payment of wages, dummy or ghost workers may be included. Excess payment, wrong payment, fictitious rebate and allowance, revenue expenditure may be treated as capital expenditure. Unauthorized payment relating to personal expenses and treated as business expenses. ഇത്രയാണ് എന്ത്, ഇറഗുലാരിറ്റീസിൻ്റെ സാധ്യതയുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ. എങ്ങനെ ഈ ഇറഗുലാരിറ്റീസിനെ എങ്ങനെ തടയാന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ ഇറഗുലാരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, തടയാം. അതിന് ഒന്നാമതായി വേണ്ടത് സെപ്പറേറ്റ് പേയിങ് കേഷ്യർ. ഒരു പേയിങ് കേഷ്യർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു പേയിങ് കേഷ്യർ എന്ത് ചെയ്യുക, ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇറഗുലാരിറ്റീസ് തടയാനുള്ള ഒരു വഴി. അയാൾക്ക് എന്തുണ്ടാകാൻ പാടില്ല, ക്യാഷിന്റെ റെസീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ഷുഡ് നോ കണക്ഷൻസ് വിത്ത് റെസീറ്റ്സ് ഓഫ് ക്യാഷ്. ക്യാഷ് റെസീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ അയാൾക്ക് ഉണ്ടാകാനും പാടില്ല. അങ്ങനെയുള്ള ഒരു പേയിങ് ക്യാഷ്യർ മാത്രമായിട്ട് ഒരാൾ ഉണ്ടാവുക. രണ്ടാമത്തത്, ഹി ഷുഡ് നോട്ട് ഹാവ് ആക്സസ് ടു ദി ലെഡ്ജേഴ്സ്. അയാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല, ലെഡ്ജേഴ്സിൽ ആക്സസ് ഉണ്ടാകാൻ പാടില്ല. ലെഡ്ജേഴ്സിലൊക്കെ എൻ്റർ ചെയ്യുന്ന പ്രവേശനം ഇയാൾക്ക് പേയിങ് ക്യാഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ വിത്ത് റിഗാർഡ് ടു പെറ്റി ക്യാഷ് പേയ്മെന്റ്, ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യണം. പെറ്റി ക്യാഷ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അത് മാത്രമല്ല, പെറ്റി ക്യാഷ് പേയ്മെന്റ് എന്തായിരിക്കണം, മസ്റ്റ് ബി മെയ്ഡ് ടു ദി പെറ്റി ക്യാഷ്യർ ഓൺലി. പെറ്റി ക്യാഷ്യറിലൂടെ മാത്രമാണ് പെറ്റി ക്യാഷ് പേയ്മെന്റ് നടത്താനും പാടുള്ളൂ. All payments is to be made by proper authority and supported by proper authority and proper voucher. എല്ലാ പേയ്മെന്റ് എന്തിരിക്കണം, ഒരു പ്രോപ്പർ അതോറിറ്റി എന്ത് ചെയ്തിരിക്കണം, സപ്പോർട്ട് ചെയ്തിരിക്കണം. പ്രോപ്പർ അതോറിറ്റി മേഡ് ചെയ്തിരിക്കണം, സപ്പോർട്ടഡ് ബൈ ദി പ്രോപ്പർ അതോറിറ്റി ആൻഡ് പ്രോപ്പർ വൗച്ചർ. പ്രോപ്പർ വൗച്ചറുമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എല്ലാ പേയ്മെന്റും നടത്തുന്നത്. നമ്മൾ പറഞ്ഞു, സെപ്പറേറ്റ് പേയിങ് ക്യാഷ്യർ ഉണ്ടാവുക, should not have access to ledgers, ledgers ആക്സസ് ഇല്ലാതിരിക്കുക, ഇംപ്രസ്ഡ് സിസ്റ്റം ഉണ്ടാവുക, പെറ്റി ക്യാഷ്യർ ആയിരിക്കുക. ദെൻ എല്ലാ പേയ്മെന്റ്, all payment is to be made by proper authority. All payments shall be made by check. ചെക്ക് വഴി എന്ത് ചെയ്യുക, അത് എല്ലാ പേയ്മെന്റും as far as possible over certain as far as possible over certain made amount shall be made by check. ഒരു എമൗണ്ട് വരെയുള്ള പേയ്മെന്റിലൊക്കെ തന്നെയും ചെക്ക് വഴി ആക്കാൻ ശ്രമിക്കുക.
all check must be crossed. ചെക്ക് എന്തായിരിക്കണം? all checks that are issued must be crossed. അക്കൗണ്ട് പേ ഓൺലി അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ ക്രോസ്ഡ് ആക്കിയിട്ടുള്ള ചെക്കാക്കി മാറ്റും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഒരു സെപ്പറേറ്റ് പേയിങ് കേഷ്യർ ഉണ്ടായിരിക്കുക, അദ്ദേഹത്തിന് ഷുഡ് നോട്ട് ഹാവ് ആക്സസ് ടു ലെഡ്ജേഴ്സ്. പെറ്റി ക്യാഷ് ഇംപ്രസ് സിസ്റ്റം ഉണ്ടാവുക, പെറ്റി ക്യാഷ്യർ ആയിരിക്കുക, പെറ്റി ക്യാഷ് പേയ്മെന്റ്, എല്ലാ പേയ്മെന്റും പ്രോപ്പർ അതോറിറ്റി ഉണ്ടായിരിക്കുക, പേയ്മെന്റ് എന്താണ് ചെക്ക് മുഖേനയാക്കുക, ദെൻ ചെക്ക് തന്നെ ക്രോസ്ഡ് ആക്കുക. ദെൻ നെക്സ്റ്റ് ഓൾ ക്യാൻസൽഡ് ചെക്സ്, എല്ലാ ക്യാൻസൽഡ് ചെക്സും എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് ടു ബി ഡിസ്ട്രോയിഡ്, മസ്റ്റ് നോട്ട് ബി ഡിസ്ട്രോയിഡ്, ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് ദി കൗണ്ടർ ഫോയിൽ വിത്ത് സ്റ്റാമ്പ് ക്യാൻസൽഡ് സ്റ്റാമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൗണ്ടർ ഫോയിലിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് all vouchers in support of payment must be filed separately in serial number. എല്ലാ vouchers in support of payment എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക സെപ്പറേറ്റ്ലി ഇൻ സീരിയൽ നമ്പർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുക. when check is prepared, ചെക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് the relevant bill should be stamped as, relevant bill എന്ത് ചെയ്യണം? should be stamped as paid എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ആ ബില്ല് സ്റ്റാമ്പ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഒരു സെക്കൻഡ് പേയ്മെന്റിനെ എന്ത് ചെയ്യാൻ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ടു പ്രിവെന്റ് ദി സെക്കൻഡ് പേയ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് സെപ്പറേറ്റ് പേയിങ് കേഷ്യർ ഉണ്ടാവുക, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അയാൾക്ക് ഒരു ലെഡ്ജേഴ്സിൽ ആക്സസ് ഇല്ലാതിരിക്കുക, മൂന്നാമത് പറഞ്ഞു ഇംപ്രസ്ഡ് സിസ്റ്റം ഉണ്ടാവുക പെറ്റി കേഷ്യന്, നാലാമത് പറഞ്ഞു പെറ്റി കേഷ്യർ ആവുക, പിന്നെ എല്ലാ പേയ്മെന്റ് ഓതറൈസ്ഡ് അതോറിറ്റി, പ്രോപ്പർ വൗച്ചേഴ്സ് ഉണ്ടാവുക, ദെൻ ഓൾ പേയ്മെന്റ്സ് ആസ് ഫാർ എസ് ചെക്ക് മുഖേനയാക്കുക, ദെൻ ക്രോസ്ഡ് ആക്കുക, ക്യാൻസൽഡ് ചെക്കുകൾ എന്ത് അറ്റാച്ച്ഡ് വിത്ത് കൗണ്ടർ ഫോയിൽ, then vouchers support of payment must be filed separately and serial number. When check is prepared, bill should be stamped as paid. The next acknowledgement shall be obtained for all payment. എല്ലാ പേയ്മെന്റിനും acknowledgement എന്ത് ചെയ്തിരിക്കണം? ലഭിച്ചിരിക്കണം. Persons responsible for passing checks and preparing checks should be clearly mentioned. അത് ചെക്ക് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ആ ആളെ ആരാണെന്നുള്ളത് ക്ലിയർലി എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം, സൂചിപ്പിച്ചിരിക്കണം. ദെൻ അതോറിറ്റി ടു സൈൻ ചെക്ക് മസ്റ്റ് ബി സ്പെസിഫൈഡ് ആൻഡ് ലിമിറ്റഡ്. ഇത് സൈൻ ചെയ്യാനുള്ള അതോറിറ്റി സ്പെസിഫൈഡ് ആയിരിക്കണം, മാത്രമല്ല ലിമിറ്റഡ് ആയിരിക്കണം. അധികം ആളുകൾ ഉണ്ടാകാൻ പാടില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ, കുറഞ്ഞ ആളുകൾ, അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതോറിറ്റി ടു സൈൻ ചെക്ക്. ബിഫോർ ഇഷ്യൂയിങ് ചെക്ക് ടു ട്രേഡ് ക്രെഡിറ്റർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്ത് നൽകുന്നതിന് മുമ്പായിട്ട് is larger amount is to be verified. A larger amount is verify ചെയ്യണം with the confirmation letter and statement. confirmation letter statement ആയിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ചെക്ക് ട്രേഡ് ക്രെഡിറ്റർക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തതിന് മുമ്പായിട്ട് അത് വെരിഫൈ ചെയ്യണം. കൺഫർമേഷൻ ലെറ്റർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെരിഫൈ ചെയ്ത് വെക്കണം. അയാളുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. Then next, no capital expenditure is to be made without proper authorization from the management. മാനേജ്മെന്റിന്റെ പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പാടില്ല. ചെക്സ് ഫോർ പേയ്മെന്റ്സ് ഓഫ് സ്പെഷ്യൽ നാച്ചർ ഷുഡ് ബി സാങ്ഷൻഡ് ബൈ ഹൈ ഒഫീഷ്യൽസ്. ഏതെങ്കിലും സ്പെഷ്യൽ നാച്ചർ ആയിട്ടുള്ള പേയ്മെന്റ് ഉണ്ടെങ്കിൽ ചെക്ക്, അത്തരത്തിലുള്ള ചെക്കുകളൊക്കെ തന്നെ ഹൈ ഒഫീഷ്യൽസ് ആയിരിക്കണം സാങ്ഷൻ ചെയ്യേണ്ടത്. മാത്രമല്ല ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പീരിയോഡിക്കലി ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് ബുക്ക് ഈസ് വെരിഫൈഡ് വിത്ത് ബാങ്ക് പാസ്ബുക്ക്. ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? ബാങ്ക് പാസ്ബുക്കുമായിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഓൾ പേയ്മെന്റ്സ് മെയ്ഡ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. എല്ലാ പേയ്മെന്റും എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം.
ആക്ച്വൽ ക്യാഷ് ബാലൻസ് ഷുഡ് ബി ഫിസിക്കലി വെരിഫൈഡ്. ആക്ച്വൽ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യണം? ഫിസിക്കലി വെരിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞത് ചെക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അക്നോളജ്മെന്റ് ഒബ്റ്റെയിൻ ചെയ്യണം എല്ലാ പേയ്മെന്റിലും. തന്നെ റെസ്പോൺസിബിൾ ഓഫീസർ, ചെക്ക് പാസ്സാക്കാനുള്ള ഓഫീസർ എന്തായിരിക്കണം? ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സൈൻ ചെയ്യാനുള്ള ആളുകൾ സ്പെസിഫൈഡ് ആയിരിക്കണം, ലിമിറ്റഡ് ആയിരിക്കണം. ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് കൺഫർമേഷൻ ലെറ്റർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. നോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ഹൈ ഒഫീഷ്യൽ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? സോറി, മാനേജ്മെന്റിന്റെ ഓതറൈസേഷൻ ഇല്ലാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പാടില്ല? മേഡ് ചെയ്യാൻ പാടില്ല. ചെക്ക് പേയ്മെന്റ് സ്പെഷ്യൽ നാച്ചർ ഉണ്ടെങ്കിൽ അത് ഹൈ ഒഫീഷ്യൽ സാങ്ഷൻ ചെയ്യണം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പീരിയോഡിക്കലി എന്ത് ചെയ്യണം? തയ്യാറാക്കുകയും അത് ക്യാഷ് ബുക്ക് ബാലൻസും ബാങ്ക് പാസ്ബുക്ക് ബാലൻസും ആയിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓൾ പേയ്മെന്റ്സ് മെയ്ഡ് മസ്റ്റ് ബി റെക്കോർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. എല്ലാ പേയ്മെന്റ് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യണം. ആക്ച്വൽ ക്യാഷ് ബാക്ക് എന്ത് ചെയ്യണം? ഫിസിക്കലി വെരിഫൈ ചെയ്യുകയും ചെയ്യണം. ഇത്രയാണ് ക്യാഷ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടത്? ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ്, അതിന്റെ പുറമെ ഉള്ള കാര്യങ്ങൾ. അൺയൂസ്ഡ് ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. അൺയൂസ്ഡ് ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ലോക്ക് ചെയ്ത് വെക്കണം. ദെൻ നെക്സ്റ്റ്, ഈ പേയ്മെന്റ് എക്സീഡ് 5,000 മുകളിലുള്ള പേയ്മെന്റിലൊക്കെ വൗച്ചർ ഷുഡ് ബി ബിയർ സഫിഷ്യന്റ് റവന്യൂ സ്റ്റാമ്പ് വച്ചിരിക്കണം. അത് 5,000 രൂപയ്ക്ക് മേലെയുള്ള പേയ്മെന്റിനൊക്കെയും ₹1 റവന്യൂ സ്റ്റാമ്പ് പതിക്കൽ നിർബന്ധമാണ്. അൺയൂസ്ഡ് ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? കസ്റ്റഡിയിൽ വെക്കണം. ഇത്രയാണ് ഈ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. നമ്മൾ പറഞ്ഞു പേയിങ് കാഷ്യർ. രണ്ടാമത് പറഞ്ഞത് ആക്സസ് ലെഡ്ജേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പെറ്റി ക്യാഷ് പേയ്മെന്റ് ഇൻവെസ്റ്റഡ് സിസ്റ്റം ആയിരിക്കണം. പെറ്റി കാഷ്യർ ആയിരിക്കണം. വേൾഡ് പേയ്മെന്റ് പ്രോപ്പർ അതോറിറ്റി. സെർട്ടൻ എമൗണ്ട് ആണെങ്കിൽ കൂടുതൽ വരുന്ന ചെക്ക് മുഖേന ആക്കാൻ നിർബന്ധിക്കണം. ചെക്ക് ക്രോസ്ഡ് ആയിരിക്കണം. ക്യാൻസൽ ചെക്കുകൾ അത് എന്ത് ചെയ്യണം? വണ്ടർ ഫോയിലായിട്ട് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. വൗച്ചേഴ്സ് സപ്പോർട്ട് പേയ്മെന്റ് ഫയൽ ചെയ്ത് വെക്കണം. വൗച്ചേഴ്സ് ദെൻ ബില്ല് സ്റ്റാമ്പ് ചെയ്യണം. പെയ്ഡെന്ന് അക്നോളജ്മെന്റ് ഒബ്റ്റെയിൻ ചെയ്യണം. പേഴ്സൺ റെസ്പോൺസിബിൾ, ചെക്ക് പാസ് ചെയ്യുന്ന റെസ്പോൺസിബിൾ ഓഫീസർ അത് എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്തിരിക്കണം. അതോറിറ്റി ടു സൈൻ എന്തായിരിക്കണം? സ്പെസിഫൈഡ് ആൻഡ് ലിമിറ്റഡ് ആയിരിക്കണം. ബിഫോർ ഇഷ്യൂയിങ് ചെക്ക് ട്രേഡ് ക്രെഡിറ്റർക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൺഫർമേഷൻ ലെറ്റർ ആൻഡ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് ആയിട്ട് ആലോചിക്കാതെ ചെയ്യാൻ പാടില്ല. ഓതറൈസേഷൻ ഇല്ലാതെ. ചെക്ക് ഫോർ സ്പെഷ്യൽ നാച്ചർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു ഹൈ ഒഫീഷ്യൽസ്, അതായത് മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കണം അത് സാങ്ഷൻ ചെയ്യുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. എല്ലാ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അൺയൂസ്ഡ് ആക്ച്വൽ ക്യാഷ് ബാലൻസ് ഫിസിക്കലി വെരിഫൈ ചെയ്യണം. റെസ്പോൺസിബിൾ ഓഫീസർ അൺയൂസ്ഡ് ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ അത് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. If payment exceeds ₹5,000, the voucher should bear sufficient revenue stamp. ഇത്രയാണ് പേയ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. ഇനി ഇന്റേണൽ ചെക്ക് സിസ്റ്റം റിഗാർഡിംഗ് പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ക്യാഷ് പേയ്മെന്റ് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്യാഷ് പേയ്മെന്റ്സ് ഇൻവോൾവിംഗ് ബിഗ് എമൗണ്ട്, ക്യാഷ് പേയ്മെന്റ് ഫോർ സ്മോൾ എക്സ്പെൻസ് അല്ലെങ്കിൽ പെറ്റി പേയ്മെന്റ്. ഈ രണ്ട് ടൈപ്പ് ക്യാഷ് പേയ്മെന്റ് ആണ് സാധാരണയായിട്ടുള്ളത്. ഇതിൽ ഒരു ടൈപ്പിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് പെറ്റി ക്യാഷ് പേയ്മെന്റുകളാണ്. പെറ്റി പേയ്മെന്റുകൾ സ്മോൾ എക്സ്പെൻസസ് ആണെങ്കിൽ അത് പെറ്റി പേയ്മെന്റ് എന്നറിയപ്പെടും. അത് ബിഗ് എമൗണ്ട് ആണെങ്കിൽ മെയിൻ ക്യാഷ്യർ ആണ് കൈകാര്യം ചെയ്യുക. പെറ്റി ക്യാഷ് ആണെങ്കിൽ പേയ്മെന്റ് ആണെങ്കിൽ പെറ്റി ക്യാഷ് ആണ് കൈകാര്യം ചെയ്യുക. ദെൻ ഇതിന്റെ ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തെ കുറിച്ച് ഡയറക്റ്റ് പറയാൻ പോവാണ്. എ സെപ്പറേറ്റ് പേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ഫോർ ഡീലിംഗ് വിത്ത് പെറ്റി ക്യാഷ് പേയ്മെന്റ്സ്. ഒരു സെപ്പറേറ്റ് പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം? അപ്പോയിന്റ് ചെയ്തിരിക്കണം ഡീലിംഗ് വിത്ത് ദി പെറ്റി ക്യാഷ് പേയ്മെന്റ്. പെറ്റി ക്യാഷ് പേയ്മെന്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്ത് ഇരിക്കണം. ഒരു സെപ്പറേറ്റ് പേഴ്സൺ പെറ്റി ക്യാഷിനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കണം. ദെൻ പെറ്റി ക്യാഷ് സിസ്റ്റം എന്തായിരിക്കണം? ഇംപ്രസ്ഡ് സിസ്റ്റം ആയിരിക്കണം.
ഷുഡ് ബി കെപ്റ്റ് ഓൺ ദി ഇംപ്രസ്ഡ് സിസ്റ്റം ആയിരിക്കണം പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് എക്സ്പെൻസ് ഫെയർലി അസസ്ഡ് ആൻഡ് എമൗണ്ട് ബജറ്റഡ് ഫോർ ദി ഇയർ. ഒരു കൊല്ലത്തേക്കുള്ള എമൗണ്ട് എന്ത് ചെയ്തെടുക്കണം, കൃത്യമായിട്ട് അസസ് ചെയ്ത് ബജറ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ടതാണ്. പെറ്റി ക്യാഷ് ഷുഡ് മേക്ക് പെറ്റി ക്യാഷ് പേയ്മെന്റ് ഔട്ട് ഓഫ് പെറ്റി എമൗണ്ട് പ്രൊവൈഡ് ബൈ ദി മെയിൻ ക്യാഷ്യർ. പെറ്റി ക്യാഷ്യർ എന്താണ് അയാളുടെ പെറ്റി ക്യാഷ് പേയ്മെന്റ് ചെയ്യേണ്ടത് പെറ്റി എമൗണ്ട് പ്രൊവൈഡ് ബൈ ദി മെയിൻ ക്യാഷ്യർ. മെയിൻ ക്യാഷ്യർ നൽകുന്ന പെറ്റി എമൗണ്ടിൽ നിന്നായിരിക്കണം. പെറ്റി ക്യാഷ്യർ ഷുഡ് നോട്ട് ബി ഗിവൺ എനി എമൗണ്ട് അതർ ദാൻ ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് എമൗണ്ട് ഇല്ലാതെ മറ്റൊരു എമൗണ്ട് നൽകാൻ പാടില്ല. പേയ്മെന്റ് ഓവർ സർട്ടൻ എമൗണ്ട് ഷുഡ് നോട്ട് ബി പെയ്ഡ് ഔട്ട് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. ഒരു ചെറിയ ഒരു എമൗണ്ടിനേക്കാളും കൂടുതലായിട്ടുള്ള തുക പെറ്റി ക്യാഷിൽ നിന്ന് പെയ്ഡ് ചെയ്യാനും പാടില്ല. നോ പെറ്റി ക്യാഷ് പേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ് വിത്തൗട്ട് പ്രോപ്പർ വൗച്ചേഴ്സ്. വൗച്ചേഴ്സ് ഇല്ലാതെ ഒരു പേയ്മെന്റ് പെറ്റി ക്യാഷ് വഴി നടത്താൻ പാടില്ല. പെറ്റി ക്യാഷ് പേയ്മെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് ആർ ടു ബി പ്രോപ്പർലി അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റി. അത് അതോറിറ്റി പ്രോപ്പർലി എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർലി അപ്രൂവ് ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞു പെറ്റി ക്യാഷ്യർ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് പെറ്റി ക്യാഷ് ബുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റം ആയിരിക്കണം. ഫെയർലി അസസ്ഡ് ആൻഡ് ബജറ്റഡ് ആയിരിക്കണം. പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്തിരിക്കണം, അയാൾക്ക് നൽകിയിട്ടുള്ള പണത്തിൽ നിന്നായിരിക്കണം ചിലവഴിക്കേണ്ടത്. പെറ്റി ക്യാഷ്യർ ഇംപ്രസ് എമൗണ്ടിനേക്കാളും കൂടുതൽ ഒന്നും നൽകാൻ പാടില്ല. സെർട്ടൻ എമൗണ്ടിനേക്കാളും കൂടുതൽ വരുന്ന എമൗണ്ട് പേയ്മെന്റ് എന്ത് ചെയ്യേണ്ടത് നടത്താൻ പാടില്ല. പെറ്റി ക്യാഷ് പേയ്മെന്റ് വിത്തൗട്ട് പ്രോപ്പർ വൗച്ചേഴ്സ് ഇല്ലാതെ നടത്താൻ പാടില്ല. പിന്നെ പെറ്റി ക്യാഷ് പേയ്മെന്റ് വൗച്ചേഴ്സ് എന്തിരിക്കണം, അതോറിറ്റി പ്രോപ്പർലി അപ്രൂവ് ചെയ്തിരിക്കണം. ഓൾ വൗച്ചേഴ്സ് മസ്റ്റ് ബി പ്രോപ്പർലി ഫയൽഡ് ആൻഡ് കീപ്പ് അണ്ടർ ദി കസ്റ്റഡി ഓഫ് പെറ്റി ക്യാഷ്യർ. വൗച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, ഫയൽഡ് ചെയ്തിട്ട് അത് പെറ്റി ക്യാഷ്യറുടെ കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യണം. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് അനലിറ്റിക്കൽ ഫോമിലായിരിക്കണം പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ഷാൾ ബി വെരിഫൈഡ് പീരിയോഡിക്കലി ബൈ ദി മെയിൻ ക്യാഷ്യർ. ഹി ഷുഡ് ഓൾസോ വെരിഫൈ ദി ക്യാഷ് ബാലൻസ് വിത്ത് പെറ്റി ക്യാഷ്യർ. അയാൾ എന്ത് ചെയ്തിരിക്കണം, ക്യാഷ് ബുക്ക് വെരിഫൈ ചെയ്യണം പീരിയോഡിക്കലി. അതോടൊപ്പം തന്നെ ക്യാഷ് ബാലൻസ് എത്ര ഉണ്ടെന്നും അയാൾ വെരിഫൈ ചെയ്യണം. മെയിൻ ക്യാഷ്യർ ഷാൾ റീഇംബേഴ്സ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ദി പെറ്റി. മെയിൻ ക്യാഷ്യർക്ക് എന്ത് ചെയ്യാം, തിരിച്ചു പിടിക്കാം എമൗണ്ട് സ്പെൻഡ് ബൈ ദി പെറ്റി ക്യാഷ്യർ. പെറ്റി ക്യാഷ്യർ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തിരിച്ചു പിടിക്കണം, റീഇംബേഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പം പെറ്റി ക്യാഷ്യർ ഉണ്ടായിരിക്കണം. പെറ്റി ക്യാഷ്യർ അപ്പോയിന്റ് ചെയ്യണം. പെറ്റി ക്യാഷ് ഷുഡ് ബി കെപ്റ്റ് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം. പെറ്റി ക്യാഷ് എക്സ്പെൻസ് ഫെയർലി അസസ്ഡ് ആൻഡ് എമൗണ്ട് ബജറ്റഡ് ആയിരിക്കണം. പെറ്റി ക്യാഷ് ഷുഡ് നോട്ട് ഗിവൺ എനി എമൗണ്ട് അതർ ദാൻ ഇംപ്രസ്ഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് എമൗണ്ടിനേക്കാളും കൂടുതലൊന്നും നൽകേണ്ടതില്ല. പേയ്മെന്റ് ഓവർ സർട്ടൻ എമൗണ്ട് ഷുഡ് നോട്ട് ബി പെയ്ഡ് ഔട്ട് ഓഫ് പെറ്റി ക്യാഷ്. ഒരു എമൗണ്ട് കൂടുതലുള്ളത് പെറ്റി ക്യാഷിൽ നിന്നും പേ ചെയ്യേണ്ടതില്ല. പിന്നെ പെറ്റി ക്യാഷ് ഒരിക്കലും തന്നെ വിത്തൗട്ട് പ്രോപ്പർ വൗച്ചേഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ നൽകാൻ പാടില്ല. പെറ്റി ക്യാഷ് പേയ്മെന്റ് വൗച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർലി അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റി അപ്രൂവ് ചെയ്തിരിക്കണം. ഓൾ വൗച്ചേഴ്സ് must be properly filed and kept under the custody of petty cashier. Then petty cash book is maintained on analytical formiലായിരിക്കണം. Petty cash book shall be verified periodically by the main cashier. He should also verify the cash balance to the petty cashier. Then main cashier shall reimburse the amount spent by the petty cashier. പെറ്റി കാഷ്യർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനലിറ്റിക്കൽ ഫോമിലുള്ള ക്യാഷ്. പെറ്റി ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം, അനലിറ്റിക്കൽ ഫോമിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ഷാൾ ബി വെരിഫൈഡ് പീരിയോഡിക്കലി ബൈ ദി മെയിൻ കാഷ്യർ. ഈ ഷുഡ് ഓൾസോ വെരിഫൈ ദി ക്യാഷ് ബാലൻസ് വിത്ത് പെറ്റി കാഷ്യർ. പെറ്റി കാഷ്യർ പീരിയോഡിക്കലി വെരിഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുകയും ചെയ്യണം. മെയിൻ കാഷ്യർ ഷാൾ റീഇംബേഴ്സ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ദി പെറ്റി കാഷ്യർ. നമ്മൾ ഇന്ന് പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് ക്യാഷ് പേയ്മെന്റ്സ്, ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് പെറ്റി ക്യാഷ്. ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, ഫിറ്റീഷ്യസ് വൗച്ചേഴ്സ് ഉണ്ടാവാം, ഇൻഫ്ലാറ്റഡ് എമൗണ്ട് ഉണ്ടാവാം, വിത്തൗട്ട് റെസീറ്റ് ഓഫ് ഗുഡ്സിനോട് കൂടി ഫിറ്റീഷ്യസ് ഓർഡറിന്റെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, വേജസ് ആയിട്ട് ബന്ധപ്പെട്ട് നടത്താറുണ്ട്,
excess payment, wrong payment, rebate and allowance, revenue expenditure may be treated as capital expenditure, vice versa. Unauthorized payment relating to personal expense, ഇതൊക്കെ irregularities ആണ്. ഇതിനെ തടയാനുള്ള സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇറഗുലാരിറ്റീസ് തടയാനുള്ളതാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഒരു പേയിങ് കേഷ്യർ ഉണ്ടാവുക, ആക്സസ് ഇല്ലാതിരിക്കുക, പെറ്റി കേഷുമായിട്ട് ബന്ധപ്പെട്ട് പെറ്റി കേസ് ഉണ്ടാവുക, പെറ്റി കേസ് മേഡ് പെറ്റി കേസ് ഓൺലി ആയിരിക്കുക, പ്രോപ്പർ അതോറിറ്റീസ് സപ്പോർട്ട് പ്രോപ്പർ വെച്ചേഴ്സ് ഉണ്ടാവുക, സർട്ടൻ എമൗണ്ടിനേക്കാളും കൂടുതലുള്ളത് എന്ത് ചെയ്യുക, ചെക്കാക്കാൻ ശ്രമിക്കുക, ചെക്ക് തന്നെ ക്രോസ്ഡ് ആവുക, ദെൻ ബില്ല് റിസീവ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചെക്ക് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്ന ഡിസ്ട്രോയ് ചെയ്യാതെ അത് എന്താക്കി വെക്കണം, അതിന് കൗണ്ടർ ഫോയിൽ തന്നെ പ്രത്യേകം സ്റ്റാമ്പ് ചെയ്ത് ക്യാൻസൽഡ് എന്ന് സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ വൗച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർലി ഫയൽ ചെയ്യണം. ചെക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ കൂടെ സ്റ്റാമ്പ്ഡ് എന്ന് പ്രത്യേകം പെയ്ഡ് എന്ന് സ്റ്റാമ്പ് ചെയ്യണം. അക്നോളജ്മെന്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, ചെക്ക് പേയ്മെന്റ് സ്പെഷ്യൽ നാച്ചർ ഉണ്ടെങ്കിൽ അത് മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഹൈ ഒഫീഷ്യൽസ് എന്ത് ചെയ്യണം. മാനേജ്മെന്റിന്റെ ഓതറൈസേഷൻ വേണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്. പീരിയോഡ് എല്ലാ പേയ്മെന്റും ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ബാലൻസ് ഫിസിക്കലി എന്തെങ്കിലും കൗണ്ട് ചെയ്യണം. അൺയൂസ്ഡ് ചെക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യേണ്ടത് പ്രത്യേക കീയിലായിരിക്കും. ലോക്ക് ആൻഡ് കീ, അതായത് കസ്റ്റഡിയിൽ വെക്കണത്. 5,000 എമൗണ്ട് അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, അത് റവന്യൂ സ്റ്റാമ്പ് വെച്ചിരിക്കണം. ദെൻ പെറ്റി കേഷുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, ഒരു സെപ്പറേറ്റ് പേഴ്സൺ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. പെറ്റി കേഷ്യർ ആയിക്കൊണ്ട് ആ പെറ്റി കേഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രസ്ഡ് സിസ്റ്റത്തിലായിരിക്കണം പെറ്റി കേഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പെറ്റി കേഷ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, അസസ് ചെയ്യുക, അത് ബജറ്റ് ചെയ്യുകയും ചെയ്യണം. ആ ഇംപ്രസ്ഡ് സിസ്റ്റത്തിന് എമൗണ്ട് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ പെറ്റി കേഷ്യർക്ക്. അതിൻ്റെ ഹയർ ഒരു എമൗണ്ട് പിന്നെ അധികം വരുന്നുണ്ട്, സർട്ടൻ എമൗണ്ടിനേക്കാൾ അധികം വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് ഓവർ സർട്ടൻ എമൗണ്ട് അത് ഒരിക്കലും തന്നെ പെറ്റി ക്യാഷ് പേ ചെയ്യാൻ പാടില്ല. പെറ്റി ക്യാഷ് വിത്തൗട്ട് പ്രോപ്പർ വൗച്ചേഴ്സ് ഇല്ലാതെയും ചെയ്യാൻ പാടില്ല. പെറ്റി ക്യാഷ് പേയ്മെന്റ് വൗച്ചേഴ്സ് പ്രോപ്പർലി അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റി എന്ത് ചെയ്തിരിക്കണം, അംഗീകരിച്ചിരിക്കണം. അപ്പോഴി ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ പെറ്റി കേസ് ബുക്ക് അനലിറ്റിക്കൽ ഫോം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പ്രോപ്പർ പീരിയോഡിക്കലി വെരിഫൈ ചെയ്യണം മെയിൻ കാഷ്യർ. അത് ഇപ്പം തന്നെ മെയിൻ കാഷ്യർ ഷാൾ റീഇംബേഴ്സ് ദി എമൗണ്ട് സ്പെൻഡ് ബൈ ദി പെറ്റി ക്യാഷ്. ഇത്രയാണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് പേയ്മെന്റ്സും ക്യാഷ് പേയ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന് കൊണ്ട് ചെയ്യാനുള്ളത്.